മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ ജപമാല മാസത്തിൽ ജപമാല മണികൾ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ പുണ്യങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേസസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ കരം മുറുകെ പിടിച്ച് നിരവധി അനുഗ്രഹങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയ ഡൽഹി നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ബിജു സിൻസി ദമ്പതികളെ നാം പരിചയപ്പെടുമ്പോൾ മരിയ ഭക്തിയിൽ കൂടുതൽ ആഴപ്പെടാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
എൻ്റെ പേര് സിബി. ഞാൻ ഡൽഹിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു കുടുംബത്തെ പരിചയപ്പെടാം. എൻ്റെ പേര് ബിജു. ഞാനൊരു NGOയിൽ വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ വൈഫ് സിൻസി, ഡോക്ടർ രാമനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ മോന് ഡാലിൻ. ഡാലിന് നാട്ടിൽ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്നു. ഇത് മോള് ഡെലീന. 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇപ്പം ചേട്ടൻ കരിസ്മാറ്റിക്കിലൊക്കെ ഒത്തിരി ആക്റ്റീവ് ആണല്ലോ. ആ ജീവിതത്തിലേക്ക്, കരിസ്മാറ്റിക് ലൈഫിലേക്ക് വരാനൊക്കെ ചേട്ടന് പ്രചോദനമായത് എന്താണ്? കരിസ്മാറ്റിക്കിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോഴും വീട്ടിൽ കുടുംബ പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കരിസ്മാറ്റിക്കിനെ കുറിച്ചൊന്നും അത്ര അറിയത്തില്ലായിരുന്നു. പിന്നെ ഡൽഹി വന്ന ശേഷമാണ് കരിസ്മാറ്റിക് സ്റ്റാർട്ട് ചെയ്തത്. 89 ഞാൻ ഡൽഹി വന്നപ്പം അന്നാണ് ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നതും. പിന്നെ ഡൽഹിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടനും ഗ്രൂപ്പുമാണ് ആദ്യത്തെ പ്രെയർ ഗ്രൂപ്പ് ഡൽഹിയിൽ തുടങ്ങിയതെന്ന്. ശരിയാണ്. ഡൽഹിയിൽ ഫസ്റ്റ് പ്രെയർ ഗ്രൂപ്പ് ഞങ്ങൾ ഗോൾഡാക്കാന കത്തീഡ്രലിൽ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളൊരു 3-4 പേര് കൂടിയിട്ടായിരുന്നു. അത് 89 സിൻസി എപ്പോഴും പറയാറുണ്ട് ചേട്ടൻ്റെ പ്രെയർ ലൈഫ് സിൻസി ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അല്ലേ സിൻസി? തീർച്ചയായിട്ടും സിവി. ഞാൻ കല്യാണം കഴിഞ്ഞ് ചേട്ടായുടെ കൂടെ നിൽക്കുമ്പം ഞാൻ ചേട്ടായുടെ പോക്കറ്റിലെ ജപമാല, അതുപോലെ ജപമാല ചൊല്ലി നടക്കുന്ന ഒരു ശീലം ചേട്ടായിക്ക് കൃത്യമായിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും വണ്ടി ഓടിച്ച് പോകുമ്പോഴും എല്ലാം ചേട്ടായി ജപമാല ചെല്ലുന്ന, അപ്പോൾ എനിക്ക് ഇല്ലാത്തൊരു ശീലമായിരുന്നു. ഞാനത് കണ്ടാണ് പിന്നെ ഞാൻ ജപമാല നടക്കുന്ന വഴി ഒക്കെ ചെല്ലാൻ വേണ്ടി ഞാൻ പഠിച്ചത്. അമ്മയുടെ കരം പിടിച്ചുള്ള ഒരു ജീവിതം അല്ലേ ചേട്ടാ? അതിന് പ്രചോദനമായത് ആരാ ചേട്ടന്? അത് ശരിക്കും ഞങ്ങളുടെ പേരൻസ് തന്നെ, അപ്പച്ചനും അമ്മച്ചിയും കുടുംബത്തിലെ പ്രാർത്ഥന അതൊക്കെയായിരുന്നു ശരിക്കും. നല്ല ജപമാല ഭക്തിയോടുകൂടി എല്ലാവരും വളർന്നു വന്നു അല്ലേ? നിങ്ങളുടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കൃപ ഞാൻ മനസ്സിലാക്കിയത് ചേട്ടൻ്റെ സർജറിയുടെ സമയത്താണ്. പ്രഭാഷകൻ്റെ പുസ്തകം 38-13 പറയുന്നത് പോലെ വിജയം വൈദ്യൻ്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരങ്ങളുണ്ട്. അത് ശരിക്കും സിൻസി മനസ്സിലാക്കിയത് ആ സമയത്തല്ലേ? ആ സിബി, ചേട്ടായുടെ വയറുവേദനയുടെ സമയത്ത് ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം ഞങ്ങൾ ഒരേ സമയം 2 ഹോസ്പിറ്റലിൽ ഒപ്പീനിയൻ എടുത്ത് നടന്നു. പെയിൻ കുറയാഞ്ഞുകൊണ്ട് ഞങ്ങളോട് MRI ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ MRIക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്നു. MRI നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെ MRI ടെക്നീഷ്യൻ അകത്തേക്ക് വിളിച്ചു. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഇത് കാണുന്നുണ്ടോ? അപ്പം ഞാൻ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇൻറ്റസ്റ്റൈൻ മൊത്തം കൊളാപ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ കൂടെ ചിന്തിച്ച് കടന്നുപോയി. കണ്ട ശേഷം ഞാൻ തിരിച്ചു വന്നിരുന്ന അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ മാതാവേ, നാളെ ഈ റിസൾട്ട് വരുമ്പം ഹെർണിയ റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കണമെന്ന് റിപ്പോർട്ടിൽ കാണണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ചേട്ടായി കഴിഞ്ഞിറങ്ങി വന്നു. ഞാൻ ചേട്ടായിയോട് ഒന്നും പറഞ്ഞില്ല. റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേയിലെ റിപ്പോർട്ടുമായിട്ട് വന്നു ചേട്ടായി. അപ്പം അത് ഹെർണിയേറ്റഡ് അംബിളിക്കൽ ഹെർണിയ എന്നായിരുന്നു റിപ്പോർട്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഈശോയോടും. കാരണം കൊളാപ്സ് ആണെന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഡേയിലെ റിപ്പോർട്ടിൽ ഹെർണിയ റിലേറ്റഡ് ആണെന്ന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഞങ്ങൾ പിന്നെ സർജറിക്ക് വേണ്ടി ഒരുങ്ങി. സർജറിക്ക് വേണ്ടി ഒരുങ്ങിയ ശേഷം 3 ഒപ്പീനിയൻ 3 പ്രാവശ്യമായിട്ടായിരുന്നു ഞങ്ങളുടെ സിറ്റിങ്. അതിൽ ആദ്യത്തെ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു വലിയ സർജറിയാണ് എന്ന് പറഞ്ഞ് ഹെർണിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. എയിംസിലല്ലേ നിങ്ങളന്ന് സർജറി എടുത്തു? അപ്പം അവിടെ ഒരു ഡേറ്റ് കിട്ടുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ദിവസം എത്ര സർജറികളാണ് അതുവഴി നടന്നത്? ചേട്ടന് അറിയാമായിരുന്നോ ഈ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ആ സമയത്ത്? ഇല്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഹെർണിയാന്നുള്ളത് നമുക്കറിയായിരുന്നല്ലോ, അതിൻ്റെ സീരിയസ്നെസ് എന്നാന്ന് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇനി അത്രയും വലിയ സർജറിയുടെ ആവശ്യമില്ല, ചെറിയൊരു സർജറി ചെയ്താൽ മതി, ഹെർണിയോട്ടമി ചെയ്ത് വിടാമെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞു ഞാൻ. കാരണം 6 മാസം ടെൻഷൻ എടുത്ത് വലിയ സർജറിക്ക് വേണ്ടി ഒരുങ്ങി നിന്ന് അത് ഏറ്റവും കുഞ്ഞ് സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരേപോലെ നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ സമയമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം സ്ഥിരപ്പെടുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അത് കഴിഞ്ഞ് OT വേണ്ടി ഞങ്ങളെ തയ്യാറാക്കി. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, OT ലിസ്റ്റ് വരുമ്പം OT ആദ്യത്തെ കേസ് എടുക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ ചെറിയ കേസാണെങ്കിലും ആദ്യം എൻ്റെ കേസ് ചെയ്ത് വിടണേ എന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞങ്ങൾ 2 പേരും കൂടെ. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ 7ാമത്തെ ആയിരുന്നു. 7 കേസുണ്ടായിരുന്നു, 7ാമത്തെ ലിസ്റ്റായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേയിൽ രാവിലെ വിളിക്കാൻ വന്നപ്പം ചേട്ടായിനെയാണ് ആദ്യം വിളിച്ചുകൊണ്ട് പോയത് സർജറിക്ക് വേണ്ടി. അതൊരു വലിയ കാര്യമാണ്. എയിംസിലൊക്കെ ആദ്യത്തെ കേസ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി അതൊരു അത്ഭുതം തന്നെയാണ്. കേസ് കഴിഞ്ഞ് തിരിച്ച് ഓക്കെ ആയി, സക്സസ് ആയി.
വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു OT-യിൽ ഡോക്ടേഴ്സ് ചോദിച്ചെന്ന്. അവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ട്, ഇത്രയും ചെറിയ കേസിന് ആരായി ഫസ്റ്റ് ഇതായിട്ട് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈശോയ്ക്ക് മഹത്വം. നിനക്ക് കിട്ടിയ വിശ്വാസം നിനക്ക് കോവിഡ് ഡ്യൂട്ടിയിൽ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ പറ്റിയില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ കൃപയുടെ കൊയ്ത്തുകാലം നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്തല്ലേ നിനക്ക് കോവിഡിലേക്ക് ഡ്യൂട്ടി ആയത്? തീർച്ചയായിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച തൊട്ട് കരുണയുടെ ദിവസം വരെ കണ്ടിന്യൂസ് 9 ദിവസം സൂമിലൂടെയുള്ള ആ പ്രാർത്ഥന സമയത്ത് ഒരുപാട് കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർഷിച്ചു തന്ന സമയമാണത്, അല്ലേ? ഓരോ അഡോറേഷൻസ്, അതുപോലെ നമ്മൾ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി വായിച്ച് കരുണക്കൊന്ത ചൊല്ലി ആ സമയത്തൊക്കെ എനിക്കിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും നീ അഡോറേഷൻസ് ഒന്നും ഒട്ടും തന്നെ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടി. അതുമാത്രമല്ല, അതിനകത്തൂടെയാണ് എനിക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു ആത്മബലം, എൻ്റെ പേടിയെടുത്ത് മാറ്റിയിട്ട് എനിക്ക് ജോലി ചെയ്യാനുള്ള ശക്തി ലഭിച്ചത് ആ പ്രാർത്ഥനയുടെ കാലഘട്ടത്തിലായിരുന്നു. അന്ന് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഉള്ള സിസ്റ്റർമാർക്കെല്ലാം പ്രചോദനമായൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? PP കിറ്റ് അല്ല, N95 BP കിറ്റോ അല്ല, ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണമാണ് നമ്മളെ പൊതിയുന്നതെന്ന്. കാരണം ഞാനത് എൻ്റെ ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തു. ഒരു ദിവസം ഡ്യൂട്ടിയിൽ ഡോക്ടേഴ്സ് PP കിറ്റ് ഇട്ട് അകത്ത് റൗണ്ട് പോയിട്ട് തിരിച്ചു വന്നു. അവരത് ഊരാൻ മറന്നുപോയി. നമുക്കാരും കുറ്റം പറയാൻ പറ്റില്ല സിൻസി. ആ സമയത്ത് നമ്മുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കോവിഡ്. തീർച്ചയായും. നമ്മൾ അകത്ത് കയറി തിരിച്ചു വരുമ്പം അതറിയാതെ പറ്റിപ്പോകും. കാരണം ഒരു പേടി, അകത്ത് പോകുമ്പോഴും പേടി, തിരിച്ചിറങ്ങുമ്പോഴും പേടി, പുറത്ത് നിൽക്കുന്നവർക്കും പേടി. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ, പീക്ക് ടൈം ആയിരുന്നു ആ സമയത്ത്. തീർച്ചയായിട്ടും. അപ്പം നമ്മളും പേടിച്ചു. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ ജോയി അച്ഛൻ്റെ ഒരു വേർഡാണ്, നേഴ്സ് സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോ. നിങ്ങളെ N95 PP കിറ്റോ അല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണമാണ്. അതെനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. അടിയോടെ ഈശോയെ, നിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ബലത്തിലാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. ആ 9 ദിവസങ്ങളും തുടർച്ചയായിട്ട് ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പിരിച്വൽ ഫാദേഴ്സിൻ്റെയും ലീഡേഴ്സിൻ്റെയും ഒക്കെ പ്രാർത്ഥന ഒരുപാട് ബലം തന്ന് നമ്മളെ നടത്തിയ സമയമാണത്. തീർച്ചയായിട്ടും ഈശോയുടെ കൃപ, ഒരു ദാനം അനുഭവിച്ചറിഞ്ഞ സമയമാണ് കോവിഡ് കാലത്തെ ഡ്യൂട്ടി. അത് കണ്ടിന്യൂ എല്ലാ വർഷവും നമുക്ക് ചെയ്യുന്നത് തന്നെ നമുക്കൊരു വളരെ ശക്തിയുള്ള കാര്യമാണ്. ആ പേര് പോലെ തന്നെ അത് കൃപയുടെ കൊയ്ത്തുകാലം തന്നെയാണ്. ജീവിതത്തിൽ ഒത്തിരി ഡ്യൂട്ടിയിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി കൃപ അനുഭവിച്ചറിഞ്ഞ് ഏറ്റവും മനോഹരമായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു. അത് മാത്രമല്ലല്ലോ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ ഒരു ഭവനം ഉണ്ടാവണമെന്നുള്ളത്. അതും ആ സമയത്ത്, ഈ കരുണയുടെ കൊയ്ത്തുകാല സമയത്ത് തന്നെ അത് നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാനും ഒക്കെ സഹായിച്ചത് അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അല്ലേ ചേട്ടാ? അതെ, ഞങ്ങൾ നാട്ടിൽ കോവിഡിന് മുമ്പ് ആക്ച്വലി വീട് സ്റ്റാർട്ട് ചെയ്തതിലും കോവിഡിൻ്റെ സമയമായപ്പോഴത്തേനും അത് വീട് പണി സ്ലോ ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വീട് വിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയമായിരുന്നില്ലേ? ആ സമയത്ത് വീട് വിൽക്കുന്നത് നടക്കുന്നില്ലായിരുന്നല്ലോ. പൊതുവേ വാങ്ങലും വിൽപ്പന ഒന്നും ഒരു പരിപാടി ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു വിഷമമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട് വിറ്റുപോകാനും നമ്മുടെ കടങ്ങളൊക്കെ മാറാനൊക്കെ സഹായിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, സിൻസി എന്നെ വിളിച്ച് സന്തോഷത്തും കൊണ്ട് നമ്മുടെ കൃപയുടെ കൊയ്ത്തുകാല സമയത്തെ അനുഗ്രഹം എനിക്കാണ് സിബി കൂടുതൽ കിട്ടിയതെന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈശോയുടെ അനുഗ്രഹമല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആ ഭവനത്തിൽ നിങ്ങൾക്ക് വെഞ്ചരിപ്പ് നടത്താനും കയറി താമസിക്കാനും ഒക്കെ ഈശോ ഒരുപാട് സഹായിച്ചു, അല്ലേ? ആ സമയത്ത് ചേട്ടനും കോവിഡിന് അഫക്റ്റ് ആയിരുന്നില്ലേ സിൻസി? അതെ ചേട്ടായി, ഞാൻ ആദ്യം എന്നെ ഈശോ നോൺ കോവിഡിൽ നിന്നും എന്നെ കോവിഡ് ഡ്യൂട്ടി ചെയ്യിപ്പിച്ചു. അതിനുശേഷം വീട്ടിൽ ചേട്ടായിക്ക് കോവിഡ് വന്നു. ആ കോവിഡ് ഡ്യൂട്ടി ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് വീട്ടിൽ പേടിയില്ലാതെ ചേട്ടായിയെ ശുശ്രൂഷിക്കാൻ എനിക്ക് സാധിച്ചത്. ചേട്ടിയായി മാത്രമല്ല, ഈ കോളനിയിലുള്ള ഒരുപാട് പേരെ, കുടുംബങ്ങളെ സിൻസി സഹായിച്ചതായിട്ട് എനിക്കറിയാം. ശരിയല്ലേ ചേട്ടാ? പലർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു നല്ല ധൈര്യമായിരുന്നു ആ സമയത്ത് സിൻസിക്ക്, അല്ലേ? ആദ്യം കോവിഡ് ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു സിൻസി ആയിരുന്നില്ല നമ്മൾ പിന്നെ കണ്ടത്, അല്ലേ? ഈശോയുടെ ഒത്തിരി കൃപ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ്, കരുണ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയത്. കാരണം PP കിറ്റിട്ട് എല്ലാവരും സ്വന്തം വീട്ടിൽ, ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലെ ഹസ്ബൻഡും മക്കളൊക്കെ ആയപ്പോൾ അവർ ഒത്തിരി പേടിയോടെയായിരുന്നു. പക്ഷേ എനിക്കൊരു ഒട്ടും ഭയം തോന്നിയില്ല. കാരണം ഇവർ മക്കൾ 2 പേരും ഉണ്ടായിരുന്നു. ഞങ്ങളെ 3 പേരെ ഈശോ സംരക്ഷിച്ചു. ഈശോയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിച്ചു. ചേട്ടായിക്ക് സൗഖ്യം കൊടുത്തു.
അത് കഴിഞ്ഞാണ് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് എന്നെ കോവിഡിലേക്ക് ഡ്യൂട്ടി എൻ്റെ മാറിയത്. ആ സമയത്താണ് സിൻസി എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു ദിവസം മൊത്തം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എൻ്റെ ടേൺ വന്നപ്പോൾ കിറ്റ് തീർന്നു പോയി. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ശരിക്കും ഞാനും ഒത്തിരി ടെൻഷനായിരുന്നു ആ സമയത്ത്. ഞാൻ വിളിച്ചു സിൻസിയോട് ചോദിച്ചു എന്തെങ്കിലും വഴിയുണ്ടാവുമോ, നീ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടിയിൽ നിന്ന് എൻ്റെ കൂടെ വന്ന് എൻ്റെ ടെസ്റ്റും ഒക്കെ ചെയ്തു തന്നതും സിൻസിയാണ്. ഈശോയുടെ കാരുണ്യം അത് മാത്രം. ദൈവം ഇനിയും സിൻസിയെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. പിന്നെ സിൻസിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലേ, എപ്പോഴും പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ സിൻസി സമയം കണ്ടെത്താറുണ്ടല്ലോ ഡ്യൂട്ടിയിൽ. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഒരു ജപമാലയും കൊണ്ട് ഇങ്ങനെ പോകുന്നതും. പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിക്കും. കാരണം ഞാൻ മിനിസ്ട്രിയിൽ വന്നപ്പോഴാണ് ആത്മാക്കളെ നേടുന്ന ഇതിൻ്റെ വിലയും മഹത്വം ഒക്കെ ഞാൻ പഠിച്ചത്. അപ്പം എൻ്റെ ഡ്യൂട്ടി ICUലായിരുന്നു. അപ്പം ICUലെ പേഷ്യൻസ് നമ്മൾ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ഉണ്ടായപ്പോൾ അതിനുശേഷം ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം അങ്ങനെ ഒരു കൃപ എനിക്ക് നൽകി. എനിക്ക് ഏറ്റവും കൂടുതൽ സിൻസിയറിൽ കണ്ടിട്ടുള്ള ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാർത്ഥന പേഷ്യൻസിന് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ആ ഒരു സന്തോഷം ഞാൻ സിൻസിയുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവർ ക്യൂറായിട്ട് പോകുമ്പോഴും അത് പലരോടും ഷെയർ ചെയ്യാനും സിൻസി തയ്യാറായിട്ടുണ്ട് പലപ്പോഴും. തീർച്ചയായിട്ടും. കാരണം അവർ ചിലപ്പം നമ്മളെ സുഖമായിട്ട് പോയി കഴിയുമ്പോൾ അന്വേഷിച്ച് വരും, നമ്മളെ അന്വേഷിച്ച് ചിലപ്പോൾ വെയിറ്റ് ചെയ്ത്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അന്ന് നമ്മളൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, പക്ഷെ അവർ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ അറിയുന്നുണ്ട് എന്ന്. പിന്നെ നമ്മളെ മാസങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ ഇങ്ങനെ ലാസ്റ്റ് ടൈമിൽ തന്നെ എൻ്റെ ഡ്യൂട്ടി മാറി കഴിഞ്ഞപ്പം ഒരു പേഷ്യൻ്റ് എന്നെ സിസ്റ്റർ ഇന്നലെ അതിലേ പോകുന്ന കണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് രാവിലെ വന്നതിനോട് ഞാൻ ഡ്യൂട്ടിക്ക് കയറി പോകുന്ന സമയത്ത് എന്നെ വന്ന് സിസ്റ്റർ അവിടെ നിന്ന് ഡ്യൂട്ടി മാറിയല്ലേ എന്ന് ചോദിച്ചാൽ. സിൻസിയുടെ ഡ്യൂട്ടി അത് കഴിഞ്ഞ് ICUലേക്ക് മാറിയില്ലേ? ആ സമയത്ത് സിൻസിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നില്ലേ? നോൺ കോവിഡിൽ നിന്ന് കോവിഡ് ICUലേക്ക് ഡ്യൂട്ടി മാറിയപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു. പക്ഷേ എൻ്റെ വിഷമത്തിനെല്ലാം എനിക്ക് കർത്താവ് കൃപ തന്നത് ഓർത്ത് കഴിയുമ്പം അനുഭവിച്ചറിഞ്ഞതായതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ഇപ്പം ICUയിൽ. നീ ആദ്യമായിട്ടല്ലേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? അത് ആൻറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെറുപ്പം തൊട്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യമാണ് നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് ദൂരെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുവരെ ഇപ്പം യൂസ്ഡ് ആവുന്നേ ഉള്ളൂ. എന്നാലും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോഴും. നിനക്കെന്തോ കൂടുതലും മിസ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പം പപ്പേനെയും മമ്മീനെയും അവളെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആയിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കാണും, രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ കാണും. പക്ഷേ അവിടെ ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, നമ്മൾ അത്രയും ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അത്രയും എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ഇല്ല. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ കോൾ വഴി ഇൻട്രാക്ഷൻ ഉള്ളൂ. അപ്പോൾ ആ ഫാമിലീസിനെ നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്ന ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രെയർ ലൈഫ് ആയാലും അതും ആദ്യമേ നമ്മളൊക്കെ ഒരുമിച്ച് പായാലും താഴെ പ്രെയർ ചെയ്യുന്നു. ഇപ്പോൾ അവിടെ ഞാൻ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടാണെങ്കിൽ മാത്രം പ്രെയർ ചെയ്യുള്ളൂ. അപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മോൻ എങ്ങനെയാ? അപ്പോൾ അവിടെ എങ്ങനെയാ പ്രെയർ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്? എങ്ങനെയാ പ്രെയർ ലൈഫ് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഹോസ്റ്റലിലാണെങ്കിൽ വൈകുന്നേരം കുരിശുവരെ ചെയ്യാറുണ്ട്, കടക്കുന്ന മുമ്പ് ബൈബിൾ റീഡ് ചെയ്യാറുണ്ട്. സാംസ് 91 എല്ലാ ദിവസം കടക്കുന്ന മുമ്പ് റീഡ് ചെയ്തിട്ട് കിടക്കാറുള്ളൂ. അങ്ങനെയായിരുന്നു ചെറുപ്പം തൊട്ട് പഠിപ്പിച്ച അപ്പയും അമ്മയും ശീലം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സൺഡേസ് എല്ലാ ദിവസവും പള്ളി പോകുമ്പോൾ രാവിലെ ഒബ്ലിഗേറ്ററി ഡേയ്സ് ഉണ്ടെങ്കിലും പള്ളി എല്ലാ ദിവസവും പോകുന്ന അതുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പപ്പയും മമ്മിയും തന്ന ആ ഒരു മാതൃക ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാൻ മോന് പറ്റുന്നുണ്ടല്ലോ. ഈ ഘട്ടങ്ങളിൽ അത് നമ്മൾ വളരെ കുറവാണ് കാണുന്നത്. കാരണം ഡൽഹിയിൽ വളർന്ന ഒരു കുട്ടി നാട്ടിൽ പോയി ജീവിച്ചിട്ടും ആദ്യമായിട്ട് മാറി നിൽക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല കാര്യം തന്നെ. ഡൽഹിയിലേക്ക് എങ്ങനെയാ ചേട്ടായിയെ മിസ് ചെയ്യുന്നത്? ചേട്ടനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഹീസ് ലൈക്ക് എ ഫ്രണ്ട് ടു മീ. ദൂരെ പോയപ്പോൾ ആ കണക്ഷൻ ഇച്ചിരി ഡിസ്റ്റൻ്റ് ആയി. പിന്നെ വീക്കെൻഡ്സിലൊക്കെ വി യൂസ് ടു ഗോ ഔട്ട് ടുഗെദർ. ഇപ്പോൾ അങ്ങനെയില്ല. പിന്നെ ചെറുപ്പത്തിൽ പപ്പ മമ്മിയും സ്കൂളിൽ പോകുമ്പോൾ നെറ്റിയിൽ കുറിച്ച് വരച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയിരുന്നു. അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾ എപ്പോഴും രാവിലെയും വൈകിട്ടും കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും സ്കൂളിൽ പോകുന്നതിന് മുമ്പേ നെറ്റിയിൽ കുരിശ് വരച്ച് അവരെ ആശീർവദിക്കുന്നതും ബൈബിൾ വായിക്കാൻ അവരെ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് അവരെ കൂട്ടി പോകാൻ പറ്റുന്നതും ആ ഒരു ചിട്ടയിലും ശീലത്തിലും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് കൊടുത്തത് കൊണ്ടാണല്ലോ
ഡാലിന് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത്. വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെ ആയിട്ട് പോലും നിങ്ങൾ കൊടുത്ത ആ മാതൃക എത്രത്തോളം ആഴത്തിൽ അവൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം. ഇത് എല്ലാ മാതാപിതാക്കൾക്കും മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോഴും എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ കടക്കുമ്പോഴും ഈ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ അവർക്ക് അടിസ്ഥാനമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനി ഒരു കുടുംബം, അവർക്കൊരു കുടുംബം ഉണ്ടാവുമ്പോഴും അവരത് കണ്ടിന്യൂ ചെയ്തു പോകും. കാരണം ചേട്ടൻ നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം. ചേട്ടൻ്റെ പേരൻസിൽ നിന്ന് കിട്ടിയ വിശ്വാസ ജീവിതം ചേട്ടന് സിൻസിക്കും കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ പറ്റി. ഇത് എല്ലാ പേരൻസിനും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ നാം ഒരിക്കലും വീണുപോകില്ല. ഈ വിശുദ്ധ മൊഴികൾ തന്നെയല്ലേ നാം കണ്ട ഈ നേഴ്സിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ മരിയ ഭക്തിയിൽ കൂടുതൽ ആഴപ്പെടാനും അതുവഴി ഈശോയിലേക്ക് അടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.